സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ. ഏതാണെന്നല്ലേ? കഴിഞ്ഞ ദിവസം കേരള ഹൌസിലെ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന വേളയിൽ സദസ്സിലിരുന്ന മുൻ മന്ത്രി പി.കെ. ശ്രീമതിയെ വേദിയിലേക്ക് ക്ഷണിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ദൃശ്യങ്ങൾ. കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കി നൽകി കഴിഞ്ഞു. അത്രമാത്രം ഹൃദ്യമായിരുന്നു വി.ഡി. സതീശന്റെ പ്രവൃത്തി. നമുക്കറിയാം, CPM ഇന്ന് കേരളത്തിൽ പോലും അപ്രസക്തമായിരിക്കുകയാണ്. സമസ്ത മേഖലയിലും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും CPM എന്ന പാർട്ടിയിലെ നേതാക്കന്മാരെ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്ന് കൂടി ഈ നടപടിയിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വി.ഡി. സതീശൻ. കേരള ഹൌസിലെ ഓണാഘോഷ പരിപാടിക്കിടെയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പി.കെ. ശ്രീമതിയെ വേദിയിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ഷണിച്ചിരുത്തിയത്. ഡൽഹിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലായിരുന്നു വേറിട്ട കാഴ്ച നടന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഹാരിസ് ബീരാൻ MP, വി മുരളീധരൻ MLA അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പി.കെ. ശ്രീമതി വേദിയിലിരിക്കുന്നത് വി.ഡി. സതീശന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ടീച്ചർ കൂടി വാ, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ചിരുത്തുകയായിരുന്നു. രാഷ്ട്രീയ എതിർപ്പുകൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങളും വ്യക്തിപരമായ ബഹുമാനവും ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു സംഭവമാണ് വി.ഡി. സതീശൻ വേദിയിൽ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പി.കെ. ശ്രീമതി ടീച്ചറോട് കാണിച്ച ഈ രാഷ്ട്രീയ മര്യാദ. രാഷ്ട്രീയത്തിനതീതമായ സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഉത്തമ മാതൃകയായി ആ നിമിഷം മാറുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിന്നുകൊണ്ട് പരസ്പരം ശക്തമായ ആശയപരമായ പോരാട്ടങ്ങൾ നടത്തുന്നവരാണ് കോൺഗ്രസും CPM-ഉം. എന്നാൽ വ്യക്തിപരമായ ബന്ധങ്ങളിലും പൊതുവേദികളിലും പെരുമാറ്റത്തിലും ഈ രാഷ്ട്രീയ ശത്രുത മാറ്റിവെക്കാൻ കഴിയുക എന്നത് പക്വതയുള്ള നേതാക്കളുടെ മാത്രം ലക്ഷണമാണ്. വേദിയിലെത്തിയ പി.കെ. ശ്രീമതി ടീച്ചറെ ആദരവോടെ സ്വീകരിക്കുകയും എല്ലാവർക്കും മാതൃകയാകും വിധം ആ കസേരയിലേക്ക് ക്ഷണിച്ചിരുത്തുകയും ചെയ്ത വി.ഡി. സതീശന്റെ നടപടി രാഷ്ട്രീയ കേരളത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ സംവാദങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും അസഹിഷ്ണുതയിലേക്കും വഴിമാറാറുണ്ട്. എന്നാൽ ഇത്തരം നെഗറ്റീവ് പ്രവണതകൾക്കിടയിൽ തികഞ്ഞ മാന്യതയും സ്നേഹവും പ്രകടമാക്കുന്ന സംഭവങ്ങൾ ജനങ്ങളിൽ രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. എതിർപക്ഷത്തുള്ള ഒരു മുതിർന്ന വനിതാ നേതാവിനോട് കാണിച്ച ഈ ആദരവ് വി.ഡി. സതീശന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്. ആശയപരമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതീകമാണിത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ശത്രുത മാത്രമല്ല, മറിച്ച് പരസ്പര ബഹുമാനവും സ്നേഹവുമാണ് എന്നത് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. രാഷ്ട്രീയം കലുഷിതമാകുന്ന ഇക്കാലത്ത് ഇത്തരം ചെറിയ പ്രവൃത്തികൾ പോലും വലിയ സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകുന്നത്. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം മനുഷ്യത്വവും സ്നേഹവുമാണ് വലുതെന്ന് ഓർമ്മിപ്പിച്ച വി.ഡി. സതീശന്റെ ഈ രാഷ്ട്രീയ മര്യാദ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടും. വൈറലായ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്ലീസ് നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്.